മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുണ്ടാകേണ്ട സൗഹൃദ ബന്ധത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാനാണ് ആഗ്രഹിക്കുക. ഇത് വിവാഹത്തിലെ വലിയൊരു നേട്ടമാണ്. സംശയം, അസൂയ ഇതിനെതിരാണ്. പ്രഭാഷകൻ 14:8 പറയുന്നുണ്ട്, അസൂയാലുവിൻ്റെ കണ്ണ് കുടിലമാണ്, അവ മറ്റുള്ളവരെ അവഗണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരസ്പരമുണ്ട അസൂയ കടന്നു വന്നാൽ സൗഹൃദബന്ധമൊന്നും സാധിക്കുകയില്ല, സുഹൃത്തുക്കളാകാൻ പറ്റുകയില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്, ഭർത്താവ് ഭാര്യയെ പൊസസ് ചെയ്യുകയല്ല, ഓണർ സ്ലേവ് റിലേഷൻഷിപ്പ് അല്ല, സ്വന്തമാക്കുകയല്ല. ദൈവം നമുക്ക് തന്ന വ്യക്തിയാണല്ലോ, അതുകൊണ്ടാണ് അത് സ്വീകരിച്ച് മുമ്പോട്ട് പോവുകയാണ്. പൊസസിങ് ഒരിക്കലും നല്ലതല്ല. മൂന്നാമത്, പെട്ടെന്ന് മാനസിക നില മാറുന്ന വ്യക്തി ഞാൻ പറയും നല്ല ഭർത്താവല്ല. സ്ത്രീക്ക് നാച്ചുറലി അങ്ങനെ ഉണ്ടെങ്കിലും പുരുഷൻ എപ്പോഴും ഇപ്പം ഏത് നേരത്താണ് എൻ്റെ അമ്മു ഭാര്യ വിചാരിക്കുക ഇന്ന് എങ്ങനെ ആയിരിക്കുമോ, ഏത് നേരത്താണ് മൂട് മാറുന്നറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഭർത്താവിന് വരുന്നത് നന്മയല്ല. ഒരു സ്ഥായീ ഭാവം ഭർത്താവിനുണ്ടാവുന്നതാണ് നല്ലത് എന്ന സൂചനയാണ് ഞാൻ തരുന്നത്. നല്ല ഗുണങ്ങളിൽ വളരും തോറും ഭാര്യയോടുള്ള സ്നേഹത്തിലും അവൻ വളരും. ആത്മീയതയിൽ വളരും തോറും ഭാര്യയോടുള്ള അടുപ്പത്തിൽ വളരണം, അതൊരാവശ്യമാണ്. ഞാൻ ദൈവത്തോട് ഒത്തിരി അടുക്കുന്നു, ഭാര്യയോട് അകലുകയാണോ? ഒരിക്കലും അല്ല. കാരണം ദൈവം തന്ന ആ വ്യക്തിയോടുള്ള അടുപ്പമാണ് അതിലൂടെ വളരേണ്ടത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. നല്ല ഭർത്താവിന് സംസാരിക്കുവാനായിട്ട് ഒരുപക്ഷെ പുറത്ത് പലരും ഉണ്ടായിരിക്കും ഭർത്താവിന്, എന്നാൽ ഭാര്യയ്ക്ക് പക്വമായ സംഭാഷണത്തിന് ഭർത്താവേ ഉള്ളൂ. അവളത് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഭർത്താവിന് ചിലപ്പോൾ വേറെ സുഹൃത്തുക്കളെ കാണും, സഹപ്രവർത്തകർ കാണും. ഭാര്യയ്ക്ക് അവൾ ആഗ്രഹിക്കുന്ന ഒരു ഇൻറ്റിമേറ്റ് ഷെയറിങ്, അതിന് ഭർത്താവേ ഉള്ളൂ എന്നുള്ളത് ഭർത്താവ് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ദമ്പതികൾ പരസ്പരം മനസ്സിലാക്കുകയും മറ്റെല്ലാവരെയും വലിയ ബന്ധം ഉറപ്പിക്കുകയും ചെയ്താൽ ബന്ധുക്കളൊന്നും ഒരു തടസ്സമാകില്ല. ആഴമായ ആ ബന്ധം ആഴപ്പെടുത്തി മുന്നോട്ട് പോകണം. മറ്റുള്ളവരൊക്കെ വല്ലതൊക്കെ പറഞ്ഞിരിക്കും, ബന്ധുക്കൾ ചിലപ്പോൾ ചില പ്രത്യേകതകൾ കാണിച്ചു തന്നിരിക്കും, അതൊന്നും ഒരു തടസ്സമായിട്ട് മാറാൻ പാടില്ല എന്നുള്ളതാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. പ്രഭാഷകൻ 25:1 നമുക്കറിയാം, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ലയം, ലയിച്ചു ചേർന്നു. ഞാൻ എപ്പോഴും പറയും, ചായയിൽ പഞ്ചസാര ലയിച്ചു ചേർന്ന് പോയി. ഞാൻ പറയാ ആ പഞ്ചസാര മാറ്റിയിട്ട് ചായ ഇങ്ങനെ തരാൻ പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. ഇതുപോലെയാണ് ഭാര്യയും ഭർത്താവും. അത് ലയം, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആഴമായ ബന്ധം ഉണ്ടാവട്ടെ. അത് ഭാര്യമാരെ അവൾ ചോദിക്കാതെ തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുപോകണം. ചോദിച്ചു കഴിയുമ്പോൾ നമുക്കൊന്ന് പോകാമെന്നൊക്കെ പറയുമ്പോഴല്ല, അല്ലാതെ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഭർത്താവ് പുറത്തു കൊണ്ടുപോകാനും സന്തോഷിപ്പിക്കാനും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത് കൊച്ചുകുട്ടികളെ രണ്ടുപേരും കൂടി കളിപ്പിക്കുന്നത് തങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിന് വളരെ ആവശ്യമാണ്. കൊച്ചുകുട്ടികളുടെ രണ്ടുപേരും കൂടെ ഇൻവോൾവ് ആകുക, ഒരാൾ ചെയ്യുന്നത് മാത്രമല്ല, രണ്ടുപേരും അതിനകത്ത് ഇൻവോൾവ് ആകുക. അപ്പോൾ അത് വളരെ നല്ലതാണ് എന്ന് ഞാൻ പറയുകയാണ്. ഹൂ ഈസ് ദ ബെസ്റ്റ് ഫ്രണ്ട്? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണ്. ഇന്ന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കരുത്. മീഡിയാസ് ചിലപ്പോൾ സീരിയലുകൾ, സിനിമകളൊക്കെ തരുന്ന ഒരു 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 സൈഡ് മെസ്സേജാണ് കേട്ടോ. അങ്ങനെ നേരിട്ട് തരുമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു സൈഡ് മെസ്സേജ് ഇതാണ്: ഒരു പാരലൽ ഫ്രണ്ട്ഷിപ്പ് ആകാം. ഭർത്താവും ഭാര്യയും കൂടാതെ ഒരു പുരുഷനല്ല ഒരു സ്ത്രീ, കുഴപ്പമില്ല. അങ്ങനെയൊക്കെയുള്ള മെസ്സേജ് അറിയാതെ നമ്മുടെ തലയിൽ കയറാം, തെറ്റാണ്. ദൈവം എനിക്ക് തന്ന ഈ സുഹൃത്തിനെ പോലെ ഒരു സുഹൃത്ത് ഈ ലോകത്തിലൊന്നുമില്ല. ഇങ്ങനെയുള്ളൊരു
ആഴമായ ഒരു അനുഭവം, ഒരു സൗഹൃദ ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാവണം എന്ന് വളരെ സ്നേഹപൂർവ്വം അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും ചിന്തകൾ പകർന്നു തന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ കത്തുകളിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ആദ്യമായിട്ട് കത്തെഴുതിയ ആരാണ്? കടുത്തുരുത്തിൽ നിന്നും ഒരു യുവാവാണ് കത്തെഴുതുന്നത്. കടുത്തുരുത്തിൽ നിന്നൊരു യുവാവാണ്. അപ്പോൾ പേര് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കിപ്പോൾ 17 വയസ്സുണ്ട്. ഞാൻ നല്ല കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്നാൽ എനിക്കിപ്പോൾ ഒരു ദുസ്വഭാവമുണ്ട്. എന്നെ അത് ഒത്തിരി മാനസികമായി വിഷമിപ്പിക്കുന്നു. ഈ പ്രശ്നങ്ങൾ മറ്റൊന്നുമല്ല, വൃത്തികെട്ട ചിത്രങ്ങൾ ഞാൻ ഒത്തിരി കാണാറുണ്ട്. ഇൻ്റർനെറ്റിൽ മോശമായ സൈറ്റിൽ ഞാൻ കയറാറുണ്ട്. ഇതിൽ നിന്നെല്ലാം പ്രേരണ ഉൾക്കൊണ്ട് സ്വയംഭോഗവും ധാരാളം ചെയ്യുന്നു. ഇതെല്ലാം എനിക്ക് ഉപേക്ഷിക്കണമെന്ന് ഉണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഈ അവസ്ഥയിൽ നിന്നും പുറത്തു കടക്കുവാൻ അച്ഛൻ എന്നെ സഹായിക്കില്ലേ? ശാലം TV-യിലൂടെ മറുപടി തന്നാൽ എന്നെപ്പോലെ വിഷമിക്കുന്ന പലർക്കും ഇതൊരു ഉപകാരമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും 17 വയസ്സുള്ള ഒരു യുവാവാണ്. മോൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ആഗ്രഹം തന്നെ ദൈവം കാണുന്നു. ദൈവം മോനെ ഒത്തിരി അനുഗ്രഹിക്കുമെന്നുള്ളത് സംശയമില്ല. തീർച്ചയായും ഈ ദുസ്വഭാവത്തിൽ നിന്നും മോചനം തരും. പരമാവധി ഇൻ്റർനെറ്റിൽ മോശമായ സൈറ്റിൽ കയറാതിരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സാഹചര്യം കൂടെ ഒഴിവാക്കണമല്ലോ. നമ്മളിങ്ങനെ പഠിക്കാനൊക്കെ ആയിട്ട് ചെല്ലുന്നതായിരിക്കും. അപ്പം അതൊക്കെ ഒരു ടെൻഡൻസി വേറെ ആരും ഇല്ല, എന്നാൽ അങ്ങോട്ട് കയറാം എന്നൊക്കെ വിചാരിക്കുന്നതായിരിക്കാം. ഈ തിന്മയിൽ നിന്ന് അകലണം. കാരണം നീലച്ചിത്രങ്ങൾ നമ്മളെ നശിപ്പിക്കുന്നതാണ്. ബ്ലൂ ഫിലിം നമ്മളെ നശിപ്പിക്കുന്നതാണ്. പ്രഭാഷകൻ 18:30-31 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അധമവികാരങ്ങൾക്ക് നീ കീഴടങ്ങരുത്. കീഴടങ്ങിയാൽ നീ ശത്രുക്കൾക്ക് പോലും പരിഹാസ വിഷയമായി തീരും. ആരാ ശത്രു? സാത്താനാണ്. അപ്പം സാത്താൻ നമ്മൾ പരിഹാസ വിഷയമായി തീരുന്ന ഒരു തിന്മയാണിത് എന്ന് മനസ്സിലാക്കണം. സ്വയംഭോഗം, ഇതിലൂടെ സ്വയംഭോഗത്തിലേക്ക് വീഴാറുണ്ടെന്ന് മോൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. സ്വയംഭോഗം വിവാഹിതർക്ക് പോലും പാടില്ല. 1 കൊരിന്തോസ് 7:4 അത് പറയുന്നുണ്ട്. ഈ അവകാശം കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്. സ്വയം എടുത്ത് പ്രയോഗിക്കുന്നത് ശരിയല്ല. അവിവാഹിതർക്കും ഇത് പാടില്ല. തിരുവചനം 1 കൊരിന്തോസ് 9:25-27 വരെ വാക്യങ്ങൾ മോനൊന്ന് വായിക്കുന്നത് നല്ലതാണ്. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അഭൗമിക നേട്ടങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ച് കീഴടക്കണം. ദൈവത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കണം. നമ്മുടെ വിവാഹ ജീവിതമാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതെങ്കിൽ ആ സമയം വരെ പരിശുദ്ധിയിൽ ജീവിക്കുക. അതാണ് നമുക്ക് ജീവിത പങ്കാളി കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. അത് യുവാവാണെങ്കിലും യുവതിയാണെങ്കിലും അക്കാര്യം ശ്രദ്ധിക്കണമെന്ന് സ്നേഹം ഓർമ്മിപ്പിക്കുകയാണ്. 1 തെസ്സലോനിയർ 4:3-8 വരെ വാക്യങ്ങളിൽ നാം വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ മോന് ആഗ്രഹമുണ്ടെങ്കിലും പറ്റുന്നില്ല എന്ന് കത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിനൊരു മാർഗം പറഞ്ഞു തരാൻ പോവാണ്. എന്നെ കേൾക്കുന്ന എല്ലാ യുവാക്കളോടും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, ഈശോയുടെ തിരുരക്തം കമ്പ്യൂട്ടറിൻ്റെ മേൽ നമ്മുടെ മേലെ തളിച്ച് പ്രാർത്ഥിക്കുക. ഇതെന്നും കിടക്കുന്നതിന് മുൻപ് എഴുന്നേൽക്കുമ്പോഴും ചെയ്യുക. മരുന്ന് കഴിക്കുന്ന പോലെ അത് ചെയ്യണം. അതങ്ങ് തുടരുക. 3 മാസം മരുന്ന് കഴിക്കുന്ന പോലെ ചെയ്യണമെന്നാണ് ഞാൻ പറയാറ്. 3 മാസം ചെയ്ത് കഴിയുമ്പോൾ അതിന് മുമ്പ് തന്നെ ഫലം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ധാരാളം യുവാക്കന്മാർക്ക് വിമോചനം കിട്ടിയിട്ടുണ്ട്. ഇത് വെറുതെ ഒരു ലൂയിസച്ചനൊരു ഭക്തി പറഞ്ഞതെന്ന് ആരും ധരിച്ചേക്കരുത്. ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ്. എവിടെയാണ്? ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഹെബ്രായ 9:13-14 വാക്യങ്ങൾ പറയാണ്, നിർജീവ പ്രവൃത്തികളിൽ നിന്നും ഈശോയുടെ തിരുരക്തം നമ്മളെ വിശുദ്ധീകരിക്കും. നിർജീവ പ്രവൃത്തികളായത് ഏത്? ഇങ്ങനെയുള്ള സ്വയംഭോഗം, ഇങ്ങനെയുള്ള വായനകൾ, സൈറ്റുകൾ, ഇതൊക്കെ അങ്ങനെയുള്ളവയിൽ നിന്നൊക്കെ നമ്മളെ വിമോചിപ്പിക്കുവാൻ കഴിവുണ്ട്. ഞാൻ കായൽപ്പുറത്ത് ഇങ്ങനെ ധ്യാനം ചെയ്യുമ്പോൾ ഒരു പയ്യെന്ന് പറയാൻ മേല, ഇച്ചിരുടെ മുതിർന്ന ആൾ ഓടി വന്ന് എന്നെ കണ്ടോ കെട്ടിപ്പിടിച്ച് 3-4 ഉമ്മ. ഞാൻ പറഞ്ഞു, എന്നാടായി കാണിക്കുന്നത്? ഞാൻ പറഞ്ഞ, അച്ഛാ, ഞാൻ അച്ഛനടുത്ത് 2 ആഴ്ച മുമ്പ് വന്നതാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞ കാര്യം അച്ഛൻ ഓർക്കുന്നില്ലേ?
എനിക്ക് ഭയങ്കര സ്വയംഭോഗാസക്തിയായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നോട് അച്ഛൻ പറഞ്ഞ 3 മാസം എന്നാ 2 ആഴ്ച കഴിഞ്ഞുള്ള അച്ഛൻ എനിക്കിപ്പോൾ അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല, കർത്താവ് എന്നെ വിമോചിപ്പിച്ചു എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഞാൻ വളരെ അനുഭവത്തോടെ പറയുകയാണ്, മോനെ തീർച്ചയായിട്ടും സാധിക്കും, തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേക്കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളത്? ഈ മോനെ, ഈ 17 വയസ്സുള്ള മോനെ ഇതിൽ നിന്ന് മോചനം നേടാൻ വളരെ ആഗ്രഹമുണ്ട്. ഒരു തിരിച്ചു വരാനുള്ള ഒരു പ്രവണത, പാപബോധം കൊടുത്തിട്ടുണ്ട്. തമ്പുരാൻ പാപബോധം കൊടുത്തു. അപ്പോഴത്തേക്ക് ഇനി അതിൽ നിന്ന് ഉറച്ചു നിൽക്കാനായിട്ട് നമ്മളോട് പ്രാർത്ഥിക്കണം. അപ്പോൾ വചനം കൊടുക്കുക. വചനം ഹൃദയത്തിൽ ആയി കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് വിടുതൽ നൽകി. ഇതിൽ നിന്ന് വിടുതൽ കിട്ടണമെങ്കിൽ വചനം കൊടുക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് ഇതിന് ശക്തിയുണ്ട്. അതിൽ നിന്ന് മോചിപ്പിക്കാൻ, തിന്മയിൽ നിന്ന് മോചിപ്പിക്കാൻ ദൈവവചനത്തിന് കഴിയും. വചനം വായിച്ച് ധ്യാനത്തിലും കൗൺസിലും ഒക്കെ കൊടുക്കുമ്പോൾ വചനം നിറയുമ്പോൾ ഈ തിന്മ മാനിൽ മാറും. ധ്യാനം കൂടുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ എന്നും വചനം വായിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം നന്മ കൊണ്ട് നിറയ്ക്കുക, തിന്മയെ മാറ്റുക മാത്രമല്ല നന്മ കൊണ്ട് നിറയ്ക്കുക. തിന്മയിൽ നിന്ന് മോചനം കിട്ടും. വെരി ഗുഡ്, അത് നല്ല ഒരു കാര്യമാണ്. അതോടൊപ്പം എന്താണ് ജെയിംസിന് പറയാനുള്ളത്? ഈ 17 വയസ്സുള്ള കുഞ്ഞ് പറയുന്നത്, ഞാനിപ്പോൾ വളരെ സംഘർഷത്തിലാണ്, മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. അതെ അതെ, അത് ഒരു നല്ല സൂചനയാണ്. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. ചിലരെ അങ്ങനെ അടിമപ്പെടുത്തി കൊണ്ടുപോയി നശിപ്പിച്ച് കളയും. പക്ഷേ ഇവൻ നാശത്തിൻ്റെ വക്കിലേക്ക് പോകുവാനായിട്ട് ദൈവം അനുവദിച്ചില്ലെന്നുള്ളതിനാൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇതുപോലെ അനേക വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് സങ്കീർത്തനം 119:9 പറയുന്നുണ്ട്, യുവാവ് തൻ്റെ മാർഗം എപ്രകാരം നിർമ്മലമായി സൂക്ഷിക്കും, അവിടുത്തെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും എന്തെങ്കിലും പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നാശത്തിന് വിട്ടുകൊടുക്കും. നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ നാശത്തിലേക്കായി പോവുകയാണ്. അപ്പോൾ വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക പ്രകാരമുള്ള അടിമത്തത്തെ കിടക്കുന്നവർക്ക് ഒരു വലിയ ആശ്വാസമായിരിക്കും. കാരണം ഈ ദുഷ്ടചിന്തകളെ എന്നുവെച്ചാൽ നമുക്കറിയാം, നമ്മളൊരു സിനിമ കണ്ടെന്നിരിക്കട്ടെ, ഒരു സിനിമ കണ്ടാൽ അതിനകത്ത് ഏതെങ്കിലും ഹൊററായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടെങ്കിൽ രാത്രി സന്ധ്യയ്ക്ക് നമ്മൾ കിടക്കുന്നതെങ്കിൽ രാത്രി നമ്മളെ അത് അസ്വസ്ഥപ്പെടുത്തും. രാത്രി ചിലപ്പോൾ ദുഷ്ടസ്വപ്നങ്ങളൊക്കെ കണ്ട് നമ്മൾ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കാണുന്ന, പ്രത്യേകിച്ച് നമ്മളുടെ ശരീരത്തെ ഇപ്രകാരമുള്ള മൈനസ് ചിന്തകൾ, ആവശ്യമില്ലാത്ത സമയത്ത് മൈനസാണ്. അപ്പോൾ 17-കാരന് ആവശ്യമില്ല. ഇപ്രകാരമുള്ള പാപകരമായ ചിന്തകൾ അവനെ പാപത്തിലേക്ക് കൊണ്ടുപോകും. ആകാംക്ഷയും ഉദ്വേഗവും ഒക്കെ അവനെ അങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ ഇവൻ, ഈ മകനെ സംബന്ധിച്ചിടത്തോളം, അവൻ ഈ നെറ്റിലൂടെ പാപാവസ്ഥയിലേക്ക് കടന്നു ചെന്നു. ഇന്ന് വളരെയധികം കുഞ്ഞുങ്ങൾ ഈ നെറ്റിലൂടെ, ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഇപ്രകാരമുള്ള പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ചിലർ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ചിലർ പരാജയങ്ങൾ, ജീവിതത്തിൽ പരാജയം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. എല്ലാവർക്കുമുള്ള ഒരേ ഒരു മരുന്ന് ഇതാണ്. കർത്താവ് പറയുന്നു, തിരികെ വരിക, നമുക്ക് അനുരഞ്ജനപ്പെടാം. എൻ്റെ പാപങ്ങളെ രക്താംബരം പോലെ കടിഞ്ഞുമുപ്പായിരുന്നാലും ഞാനതിനെ മഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കാം. കർത്താവിൻ്റെ കയ്യിൽ സൊല്യൂഷനുണ്ട്. അടുത്ത പക്കലേക്ക് ചെന്നിട്ട് ഐ ആം സോറി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഖേദിക്കുന്നു കർത്താവേ, ആത്മാർത്ഥത്തോടെന്ന് പറഞ്ഞാൽ മതി, തീർന്നു. ഇനിമേലിൽ അവൻ്റെ മേൽ ആ ഭാരമില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ പങ്കുവച്ചതുപോലെ ആ കുഞ്ഞ് 2 ആഴ്ച തിരുരക്തത്തിന് അഭയം പ്രാപിച്ചപ്പോൾ നോക്കുക, സാത്താൻ വിട്ടുപോയി. അതുപോലെ എൻ്റെ അമ്മ എന്നോട് ചെറുപ്പത്തിൽ പറഞ്ഞു തരുമായിരുന്നു ഒരു സുഹൃദേവം, കുരിശ് വരയ്ക്കണം. കുരിശ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അരുതാത്തത് കാണുവാനും അരുതാത്തത് കേൾക്കുവാനും അരുതാത്തത് സംസാരിക്കുവാനും ഇടയാക്കരുത്. ഇതൊക്കെ പ്രവൃത്തികൾ കാണുക, കേൾക്കുക, അതിലൂടെയാണ് നമ്മൾ പ്രവൃത്തിയിലേക്ക് വരുന്നത്. ഒരു കാഴ്ചയിലും കേൾവിയിലും അരുതാത്തത് വന്ന് നിറയാതിരിക്കുവാൻ വിശുദ്ധ കുരിശിൻ്റെ അടയാളം എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഉണരുമ്പോഴേ പ്രാർത്ഥിച്ച് വരയ്ക്കുന്നത് നല്ലതാണ്. സഭയുടെ ഔദ്യോഗിക ബന്ധന പ്രാർത്ഥനയും കൂടിയാണ് വിശുദ്ധ കുരിശിൻ്റെ അടയാളത ശത്രുക്കൾ ദൃഷ്ടിക്കണമെന്ന്. പ്രകാരമുള്ള എല്ലാ വിധത്തിലുമുള്ള സാഹചര്യങ്ങളെയും പൂർണ്ണമായും ഉപയോഗിച്ച് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ മാനസാന്തര അനുഭവത്തെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി രക്ഷ പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലുള്ള അനേകം മക്കൾക്കും ഇത് ഗുണകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും സൂചിപ്പിച്ചത് സഭയുടെ ഔദ്യോഗിക ബന്ധന പ്രാർത്ഥനയായ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തെ എന്നുള്ള
പ്രാർത്ഥന രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ട് ചെല്ലാനും അവരുടെ വിമോചനം പ്രാപിക്കുവാനും ഇടയാവണം എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വിമോചനത്തിൻ്റെ ഒരു അനുഭവം ലഭിക്കുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പേര് പറഞ്ഞിട്ടില്ലെങ്കിലും മോന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ? കിടക്കാം. അച്ഛാ, ഈ കത്ത് വയലായിൽ നിന്ന് സിന്ധുവാണ് എഴുതുന്നത്. അച്ഛാ, ഞാൻ 21 വയസ്സുള്ള ഒരു യുവതിയാണ്. ഞാനൊരു വലിയ കുടുക്കിൽപ്പെട്ടുപോയി. ഞാൻ +2 പഠിച്ചിരുന്ന കാലത്ത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളുമായി ഞാൻ എല്ലാം പങ്കുവച്ചിരുന്നു. ചിലപ്പോൾ ഞാൻ അവളുടെ വീട്ടിലും അവൾ എൻ്റെ വീട്ടിലും വരുമായിരുന്നു. വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഇടപെടാൻ തുടങ്ങി. ആദ്യമൊക്കെ ഒരു രസത്തിന് ചെയ്തതാണ്. പിന്നീട് എനിക്ക് അത് ഒരു അത്യാവശ്യമായി മാറി. ഇപ്പോഴും ആ ബന്ധം തുടരുകയാണ്. എനിക്കും അവൾക്കും തമ്മിൽ പിരിയാൻ പറ്റുന്നില്ല. ഞങ്ങളിപ്പോഴും പഠനത്തിൽ തന്നെയാണ്. ഇത് ഞങ്ങളുടെ വിവാഹ ജീവിതത്തെ തകർക്കുമോ? ഇത് വലിയ തെറ്റാണോ? എന്ത് ചെയ്യണമെന്നറിയില്ല. അച്ഛൻ ശാലോം ടിവിയിലൂടെ മറുപടി തന്നാൽ മതി. ഞങ്ങളെപ്പോലെ പലരും കാണുമായിരിക്കുമല്ലോ. അച്ഛൻ്റെ സിന്ധുവിനെ ഞാൻ മനസ്സിലാക്കുന്നു. അവൾ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു കുടുക്ക് തന്നെയാണ്. കുടുക്കിൽപ്പെട്ടുപോയി എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു കുടുക്ക് തന്നെയാണ്. ഇത് സാധാരണഗതിയിലുള്ള ഒരു വിവാഹ ബന്ധത്തിന് തടസ്സമാകും. ഇത് വലിയ തെറ്റ് തന്നെയാണ്. ഇതിന് ഹോമോസെക്ഷുവാലിറ്റി എന്നാണ് ഇംഗ്ലീഷ് പറയുക. മലയാളത്തിൽ സ്വവർഗഭോഗം എന്ന് പറയുന്നത് ഇതാണ്. റോമ 1:26-27 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു എന്ന് പറയുന്നു. ഇതിനെ ഗൗരവമായിട്ട് തന്നെയാണ് ബൈബിൾ കാണുക, ശ്ലീഹ ഉപദേശിക്കുന്നത്. 1 കൊരിന്തോസ് 6:9 ദൈവരാജ്യം അവകാശപ്പെടുത്താത്ത പാപങ്ങളിൽ ഒന്ന് സ്വവർഗഭോഗമാണെന്ന് നമ്മൾ കാണുകയാണ്. ലേവ്യർ 18:22 ഇത് മ്ലേച്ഛതയായിട്ട് പറയുന്നുണ്ട്. ലേവ്യർ 20:13 ഇത് ഹീനമായ പ്രവൃത്തിയായി അവതരിപ്പിക്കുന്നുണ്ട്. സഭയും ഈ വീക്ഷണം തന്നെയാണ് ഇതേപ്പറ്റി പുലർത്തുക വ്യക്തമായിട്ട് എന്നുള്ളതിന് സംശയമില്ല. 1986 ഒക്ടോബർ 1 പുറപ്പെടുവിച്ച ലെറ്റർ ടു ദ ബിഷപ്സ് ഓഫ് ദ കാത്തലിക് ചർച്ചിൽ ഇങ്ങനെ കാണുന്നു, അജപാലന ശുശ്രൂഷയിൽ സ്വവർഗഭോഗത്തിന് ധാർമ്മിക നീതീകരണം കൊടുക്കുവാൻ പാടില്ല. കാരണം വസ്തുനിഷ്ഠമായ ധാർമ്മിക നിയമം അനുസരിച്ച് സ്വവർഗഭോഗം അതിൽ തന്നെ ലക്ഷ്യപൂർണ്ണമല്ല. അതായത് അത് ലൈംഗിക ലക്ഷ്യത്തിനെതിരാണ്. ലൈംഗികതയുടെ ഒരു ലക്ഷ്യമായ പ്രജനനം സ്വവർഗഭോഗത്തിൽ നടക്കുന്നില്ല എന്നതാണ് സഭയുടെ വാക്കുകൾ. ഞാൻ ഉദ്ധരിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് വളരെ വ്യക്തമാണ്, അതിന് സംശയിക്കൊന്നും വേണ്ട. ഇത്രയും പറഞ്ഞതിൽ നിന്നും ഇത് വസ്തുനിഷ്ഠമായി തെറ്റാണെന്ന് മനസ്സിലായല്ലോ. സിന്ധു ഇനി ചെയ്യേണ്ടത് ഒന്നാമത് പാപസാഹചര്യത്തെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഇനി ആ കൂട്ടുകാരിയുമായി എടുക്കാൻ പാടില്ല. കട്ടിയാ ഞാൻ പറയുന്നത് എനിക്കറിയാം, നല്ല സുഹൃത്തുക്കളാണ്. അത് ഉപേക്ഷിക്കുക. നമ്മുടെ നന്മയെ ഉദ്ദേശിച്ചാണ്, തമ്പുരാനെ ഓർത്താണ്. തമ്പുരാൻ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ കൂട്ടുകാരൊക്കെ, അത് ഓർക്കുക. കൂടാതെ പ്രാർത്ഥിക്കുക. നന്നായിട്ട് അനുദപിച്ച് മോളെ ഒന്ന് കുമ്പസാരിക്കണം. എല്ലാം ഏറ്റു പറഞ്ഞ് മോളൊന്ന് കുമ്പസാരിക്കുക. ഒത്തിരി ഹീലിംഗ് തരും, ഉറപ്പാണ്. അത് തമ്പുരാൻ്റെ കഴുകലാണ്. ഒരു ധ്യാനം കൂടുന്നത് വലിയ ശക്തി ലഭിക്കുവാൻ ഇടയാക്കുമെന്ന് എനിക്ക് പറയാനുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ തിന്മകളെല്ലാം മാറി കൂടുതൽ ശക്തിയോടെ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ അതിന് ശക്തി തരും. അതുകൊണ്ടാണ് ഒരു ധ്യാനം കൂടാനും കൂടെ എനിക്ക് പറയാൻ ഉണ്ട്. മോള് നല്ലവളാണ്, അതുകൊണ്ടാണല്ലോ മോള് കത്തെഴുതി ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ധ്യാനം കൂടുക, അപ്പോൾ കൂടുതൽ ശക്തി ലഭിക്കും. ഒരു എന്നും തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക. അവളുടെ മേലും മോടെ മേലും, ഈ പ്രയാസമുള്ള മറ്റേ ആ കൂട്ടുകാരുടെ മേലും മോടെ മേലും, രണ്ടുപേരുടെ മേൽ പ്രാർത്ഥിക്കുമ്പോൾ അതിന് മാറ്റം ഉണ്ടാകും. നിങ്ങളെ ദൈവം അകറ്റും എന്നുള്ളതിന് ഉറപ്പാണ്. പാപസാഹചര്യങ്ങളൊക്കെ തമ്പുരാൻ മാറ്റിക്കളയും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഞങ്ങളും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെ സിന്ധുവിന് ഈശോ മോചനം നൽകും. നമ്മുടെ കർത്താവ് വലിയ കരുണയുള്ളവനാണ്. കരുണയുടെ വർഷമാണിത്. യേശുപിതാവ് കരുണയുടെ വർഷം പ്രഖ്യാപിച്ചത് ഒരു തോന്നലിന് ചെയ്തതല്ല, ദൈവാത്മാവ് പ്രേരിപ്പിച്ച് ചെയ്തതാണ്. കരുണ വർഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിമോചനത്തിനായി പരിശ്രമിക്കുമ്പോൾ സിന്ധുമോക്ക് വലിയ വിമോചനം കിട്ടും എന്നെനിക്ക് ഉറപ്പാണ്. ഇതേപ്പറ്റി എന്താണ് ജെയിംസ് പറയാനുള്ളത്?
ഇത് സഭയുടെ കാഴ്ചപ്പാടിലും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഠനത്തിലും വലിയ തിന്മയാണ്. സ്വർഗം ഒരിക്കലും ക്ഷമിക്കാത്ത തിന്മയാണ്. ഒരുപക്ഷെ വ്യഭിചാരിയോട് ക്ഷമിച്ചിട്ടുണ്ട് കർത്താവ്, കൊലപാതകിയോട് ക്ഷമിക്കുന്നുണ്ട്. എന്നാൽ ഈ തെറ്റ് ചെയ്ത വ്യക്തികളോട് ക്ഷമിക്കുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നില്ല. കാരണം അത് സ്വർഗീയ നീതിക്ക് വിരുദ്ധമാണ്, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമാണ്. സോദോം ഗൊമോറ അഗ്നിക്കിരയാക്കുവാനായിട്ട് കാരണം ഇപ്രകാരം പാപത്തിൽ മുഴുകി ജീവിച്ച ഒരു ജനതയെ സ്വർഗം കണ്ടതുകൊണ്ടാണ്. നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 19-ാം അധ്യായം വായിച്ചാൽ മനസ്സിലാകും. സോദോം ഗൊമോറ നശിക്കാൻ കാരണം, ദൈവം നശിപ്പിക്കാൻ കാരണം അവിടുത്തെ മനുഷ്യരുടെ ഈ സ്വർഗ ഭോഗ ചിന്തകളാണ്. ദൂതന്മാർ ചെല്ലുമ്പോൾ ദൂതന്മാരെ വിട്ടുകൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ജനങ്ങൾ വന്ന് വഴക്കുണ്ടാക്കുന്നതും, അപ്പോൾ ലോത്ത് പറയുന്നുണ്ട്, പുരുഷ സ്പർശമേക്കാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്, അവരെ വിട്ടുതരാം, നിങ്ങൾ ചെയ്യുന്നത് വ്യഭിചാരമാണെങ്കിലും അത് ദൈവം ക്ഷമിച്ചേക്കാം, എന്നാൽ ഈ പാപം ക്ഷമിക്കുകയില്ലെന്നാണ് ആ വാക്കുകളിലൂടെ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ധ്യാനഗുരുക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പട്ടി കടിക്കുന്ന അവസ്ഥയാണ്. പേപ്പട്ടിക്ക് പേളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് ചികിത്സയൊന്നുമില്ല. ഇതുപോലത്തെ നിത്യനാശത്തിൻ്റെ അവസ്ഥയിലേക്കാണ് ഇപ്രകാരമുള്ള പാപത്തിൽ ആയിരിക്കുന്ന മനുഷ്യർ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റും ലോകം ഇതിനു വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുക, ഈ ഒരു അവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ സഭയുടെ നിലപാട് അതിനെ തടയായി നിൽക്കുക. സഭയുടെ പഠനങ്ങൾ ഇന്ന് ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുക. സഭാപിതാക്കന്മാർ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പ്രത്യാശയോടുകൂടി ഈ മകളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്: ഏത് അവസ്ഥയിൽ നിന്നായിരുന്നാലും ശരി, പിടിച്ചുയർത്തുവാനായിട്ടുള്ള കരുത്ത് കർത്താവിൻ്റെ കൈക്കുണ്ട്. ക്ഷമിക്കുവാനുള്ള മനസ്സിൻ്റെ വിശാലത അവിടത്തേക്കുണ്ട്. അവിടുത്തെ ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല. അതിനാൽ അവിടുത്തെ പക്കലേക്ക് കടന്നു ചെല്ലുക, തെറ്റിപ്പോയി എന്ന് ഏറ്റു പറയുക. ഇത് വലിയ തിന്മയാണ്, കോംപ്രമൈസ് ഇല്ലാത്ത തിന്മയാണ്. സഭയ്ക്ക് ഇതിന് ക്ഷമിക്കാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നില്ല ഇതിന് പാപപ്രവൃത്തി കിട്ടുമെന്നും. കർത്താവല്ലാതെ മറ്റാർക്കും ഇതിന് ക്ഷമിക്കാൻ പറ്റില്ല. അതിനാൽ കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ച് ചെന്ന് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെട്ട് പാപം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് ആ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കും. നമ്മൾ മനസ്സാപ പ്രാർത്ഥനയിൽ പറയുന്നുണ്ടല്ലോ, പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പാപ സാഹചര്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ച് കളയുക. ഇങ്ങനെയുള്ള കൂട്ടുകാരി വരുമ്പോൾ ആ കൂട്ടുകാരി വേണ്ട, അവളെ നോ പറഞ്ഞേക്കുക. അതിൽ നിന്ന് കിട്ടുന്ന ആദായങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട, എല്ലാം കട്ട് ചെയ്ത് പൂർണ്ണമായിട്ടും അതിനെ ഉപേക്ഷിച്ച് മാനസിക സ്വസ്ഥത നേടിയെടുക്കട്ടെ. അപ്പോൾ മനസ്സിലാകും, ഇത്രയും കാലം അനുഭവിച്ചതൊന്നും നന്മയല്ല, ഇപ്പോഴാണ് ഞാൻ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും. നല്ല കൃപ അവൾക്ക് ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ജെയിംസ് സൂചിപ്പിച്ചത് ഇത് വലിയ ഗൗരവമായ തെറ്റാണ് എന്നുള്ളത് ഒന്ന് ഇൻസിസ്റ്റ് ചെയ്തതെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ സിന്ധു മോള് വിഷമിക്കരുത്. തീർച്ചയായിട്ടും അതിന് ശേഷം ജെയിംസ് പറയുകയുണ്ടായി, തമ്പുരാൻ കരുണയുള്ളവനാണ്, കർത്താവിന് തീർച്ചയായിട്ടും അത് ക്ഷമിക്കും. അതുകൊണ്ട് നല്ല കുംസാരത്തിലൂടെ വിമോചനം ലഭിക്കും, യാതൊരു സംശയമില്ല. അങ്ങനെ ഫ്രീ ആയിട്ട് സന്തോഷമായി തമ്പുരാൻ്റെ പൊന്നുമോളായിട്ട് മോള് ജീവിക്കണം എന്ന് തന്നെയാണ് ജെയിംസ് സൂചിപ്പിച്ചത്. എന്നിട്ട് പിന്നെ എന്ത് പറയുന്നു? ഈ 21 വയസ്സുള്ള ഈ മകൾക്ക് പാപത്തിൻ്റെ ഇത് മോചനം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് നമുക്ക് ലെറ്റർ എഴുതിയത്. അപ്പോൾ ഈ പാപമോചനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിന് രക്ഷിക്കാൻ കഴിയാത്തതും തമ്പുരാൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. എത്ര വലിയ പാവിയാണേലും ദൈവം ഉപേക്ഷിക്കുകയില്ല. ആ കരുണയിലേക്ക് കടന്നു വരണം, ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുമ്പം എത്ര വലിയ പാവിയാണേലും ദൈവം എന്നെ ഉപേക്ഷിക്കരുതെന്നുള്ള ചിന്ത വരുമ്പം അത് പിന്നെ ഈ പാപ സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം. അതിനുള്ള വഴി കാണണം, പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുക, കരുണ കൊണ്ട് ചെല്ലുക, അതിൽ നിന്ന് വിടുതൽ കിട്ടാനായിട്ട്. അപ്പോൾ പാപ സാഹചര്യങ്ങളിൽ നിന്ന് സിന്ധു മോള് മാറണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മിനി സൂചിപ്പിച്ചതുപോലെ കരുണക്കൊന്ത നമുക്ക് ദൈവം തന്ന ഒരു ഗിഫ്റ്റാണ്. കരുണക്കൊന്ത ചൊല്ലി തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുകൂടെ ചേർക്കുകയാണ്. അതോടൊപ്പം സാധിക്കും എങ്കിൽ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒരു നല്ല യുവജന ധ്യാനം കൂടുവാനായിട്ട് സാധിക്കും. അതിലൂടെ നമുക്ക് ഈ ബന്ധനം പൂർണ്ണമായിട്ടും മാറ്റിക്കളയാം. അതുവഴി വലിയ സ്വാതന്ത്ര്യം മനസ്സിനുണ്ടാവും. ഈ ബന്ധനമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം മാറും. നോക്കിക്കോണം, എല്ലാ പുതിയ വീക്ഷണം ഉണ്ടാവും. അങ്ങനെ മുൻപോട്ട് പോകാനായിട്ട് അവൾക്ക് സാധിക്കുമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ നമ്മുടെ അനേകം ആളുകൾ ജെയിംസ് അത് സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ന്
ഈ തിന്മയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു കാലഘട്ടമാണ്. നിയമാനുസൃതമാക്കണം, അത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വ്യക്തികളോട് തീർച്ചയായിട്ടും കരുണയോടെ ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. അവർക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായിപ്പോൾ അങ്ങനെ ഒരു ദുശീലം അവരെ ബാധിച്ചിരിക്കുന്നു, അത് മനസ്സിലാക്കുന്നു കേട്ടോ. അവരെ ഞാൻ കരുണയില്ലാതെ കാണുകയല്ല. അവരോട് തീർച്ചയായിട്ടും സഭയ്ക്ക് സ്നേഹവും കരുണയും ഉണ്ട്. എന്നാൽ തിന്മയല്ലെന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം ദൈവത്തിന് മുമ്പാകെ തെറ്റാണ്, അതുകൊണ്ടാണ് ഇത് തെറ്റാണെന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏത് പ്രവണതയുള്ള അങ്ങനെയുള്ള പ്രവണതയുള്ളവർക്കും തമ്പുരാൻ രക്ഷയുണ്ട്. അതുകൊണ്ട് തിരിച്ചു വരിക, ദൈവത്വത്തിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് വിമോചനം കിട്ടും. അതുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ദുസ്വഭാവമുണ്ട്, അങ്ങനെ ഒരു പ്രവണതയുണ്ട്, അതുകൊണ്ടല്ലാതെ ഇപ്പോൾ എന്നെ എടുക്കുന്നു, ഞങ്ങൾക്ക് ഫ്രീഡം കിട്ടണം, അങ്ങനെയുള്ള മുറവിളി കൂട്ടുന്ന കാര്യമാണ് ജെയിംസ് ഇടയ്ക്ക് സൂചിപ്പിച്ച പത്രത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരോട് കരുണയില്ലാതെയോ ക്രൂരമായോ അച്ഛൻ പറയുകയല്ല, അച്ഛൻ വ്യക്തമായി പറയേണ്ടിയിരിക്കുന്നു. തെറ്റ് പുണ്യമാക്കി എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് പറയാണ് അത് തെറ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ സഭ അവരോട് കരുണയുള്ള വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ടാണ് തിരിച്ചു വരാൻ ആവശ്യപ്പെടുക. തിരിച്ചു വരാൻ പറ്റുമോ? പറ്റും. കാരണം ദൈവത്തിന് ഏത് കാര്യത്തിൽ നമ്മളെ പൊക്കിയെടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട അമ്മിനി പറയുകയുണ്ടായി, കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങളെ പരിരക്ഷിക്കും, സംശയമില്ല. നമുക്ക് രണ്ട് കുടുംബങ്ങൾക്കെയും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഇന്ന് ഞങ്ങൾക്ക് ആദ്യമായി കത്തെഴുതിയ പ്രിയപ്പെട്ട യുവാവിനെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. പേര് പറഞ്ഞിട്ടില്ലെങ്കിലും വളരെ തീക്ഷ്ണതയോടുകൂടി നല്ല മനസ്സോടുകൂടി എഴുതിയ കത്തിനെ ഓർത്ത് നന്ദി പറയുന്നു. മകന് പൂർണ്ണമായ ആ ബന്ധനത്തിന് വിമുക്തി കൊടുത്ത് മകനെ രക്ഷിക്കണമേ. അത് കത്തെഴുതിയ നമ്മുടെ പ്രിയപ്പെട്ട സിന്ധുമോളെയും സമർപ്പിക്കുന്നു. അവൾക്ക് അവളുടെ ആ കുടുക്കിൽ നിന്നും രക്ഷപ്പെട്ട് പൂർണ്ണമായും കർത്താവിൻ്റെ കൃപയിലേക്ക് വരുവാൻ, അങ്ങനെ രക്ഷയുടെ അനുഭവം ഉൾക്കൊള്ളുവാൻ കർത്താവെ കൃപ ചെയ്യണമേ. കേൾക്കുന്ന എല്ലാ മക്കളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അവരെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവെ, നിന്റെ തിരുരക്തം അവരുടെ മേൽ തളിച്ച് അവരെ പരീക്ഷിക്കണമേ, അവരെ പൂർണ്ണ വിമോചനത്തിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com.